ഇസ്രയേലും പലസ്തീനും തമ്മിലുള്ള വിഷയം ശാശ്വതമായി പരിഹരിക്കാമെന്ന് UN പ്രതീക്ഷിച്ചെങ്കിലും അതും നടക്കാൻ പോകുന്നില്ല എന്നാണ് കഴിഞ്ഞ ദിവസം UNൽ നടന്ന സംഭവങ്ങളിലൂടെ വ്യക്തമാകുന്നത്. അതായത് UNൽ ബെഞ്ചമിൻ നെതന്യാഹു പ്രസംഗിക്കാൻ എത്തിയപ്പോൾ തന്നെ കൂക്കുവിളികളോടെ അദ്ദേഹത്തെ വരവേൽക്കുന്നു. കുറേ പേർ സഭ വിട്ട് ഇറങ്ങിപ്പോകുന്നു. എന്നിട്ടും ബെഞ്ചമിൻ നെതന്യാഹു പറയാനുള്ള കാര്യം കൃത്യമായി പറഞ്ഞു. ഗസയിലെ ഹമാസ് തീവ്രവാദികളെ പൂർണ്ണമായും നശിപ്പിക്കാതെ തങ്ങൾ ഉദ്യമത്തിൽ നിന്ന് പിൻവാങ്ങില്ല. ഞങ്ങൾ അവിടെയുള്ള സാധാരണക്കാർക്ക് ലഘുലേഖകളും മറ്റും നൽകി മുന്നറിയിപ്പ് നൽകിയതിന് ശേഷം മാത്രമാണ് അവിടെ ആക്രമണം നടത്തുന്നത്. അതുകൊണ്ട് തന്നെ ഗസ സിറ്റി ഒഴിഞ്ഞു പോവുക എന്നതിനപ്പുറത്തേക്ക് ഹമാസിന് മുന്നിൽ വേറെ ഓപ്ഷൻ ഇല്ല. ഞങ്ങളുടെ ബന്ദികളെ പൂർണ്ണമായും വിട്ടു നൽകണം. മാത്രമല്ല, പക്ഷപാതപരമായ നിലപാടാണ് അറബ് രാജ്യങ്ങൾ എടുക്കുന്നത്, ചില യൂറോപ്യൻ രാജ്യങ്ങൾ എടുക്കുന്നതെന്നും നെതന്യാഹു കുറ്റം പറഞ്ഞു. 2023 ഒക്ടോബർ 7 ഹമാസ് ഇസ്രയേലിൽ നടത്തിയ ആക്രമണത്തിന് ഞങ്ങൾ കൃത്യമായ മറുപടി നൽകി. കാരണം ഞങ്ങളുടെ രാജ്യത്ത് കാവൽ നിൽക്കുന്ന സൈനിക വിഭാഗം ഒരു തിരിച്ചടി നൽകിയപ്പോൾ ലോക നേതാക്കൾ അതിന് അനുകൂലമായ ഒരു സപ്പോർട്ടല്ല നൽകിയത്. മാത്രമല്ല, രാഷ്ട്രീയപരവും നിയമപരവുമായ ഒരു യുദ്ധമാണ് ഞങ്ങൾ പിന്നീട് നടത്തിയതെന്നും നെതന്യാഹു പറയുന്നുണ്ട്. എന്തായാലും ട്രംപ് ഈ UN ഉച്ചകോടിക്ക് മുമ്പായിട്ട് തന്നെ അറബ് ലീഡേഴ്സിനോട് പറഞ്ഞിരുന്നു, ഈ വെസ്റ്റ് ബാങ്ക് ഉൾപ്പെടെയുള്ള സ്ഥലങ്ങൾ നിങ്ങൾ വിട്ടുകൊടുക്കേണ്ടി വരില്ല, നിങ്ങൾക്കത് കൂടെ നിർത്താമെന്നൊക്കെ പറഞ്ഞിരുന്നു. പക്ഷേ ഇവിടെ ചില കാര്യങ്ങൾ നമ്മൾ കൂട്ടി വായിക്കണം. ഇവിടെ ഗസ സിറ്റി അതുപോലെ നിർത്താമെന്നല്ല പറഞ്ഞത്, വെസ്റ്റ് ബാങ്ക് അതുപോലെ നിർത്താമെന്നാണ് പറഞ്ഞത്. അപ്പോൾ ബെഞ്ചമിൻ നെതന്യാഹു ഈ പ്രസംഗം നടത്തുന്നത് അമേരിക്കയുടെ കൂടെ അറിവോ സമ്മതമോ ഇല്ലാതെയാണെന്ന് നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഇപ്പം മറ്റൊരു കാര്യങ്ങളും അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം ഈ ഹമാസിനെ പൂർണ്ണമായിട്ടും ഇല്ലാതാക്കാനായിട്ട് കരസേനയുടെ വ്യോമസേനയുടെ ആക്രമണം ഗസയിൽ നടന്നുകൊണ്ടേയിരിക്കുന്നു. അങ്ങനെ നടന്നതിന് 24 മണിക്കൂറിനിടയിൽ 80 പേരോളം കൊല്ലപ്പെടുകയുണ്ടായി. എന്നിട്ട് പറയുന്നു, ഞങ്ങൾ ഈ ആക്രമണം നടത്തുന്നത് അവിടെയുള്ള ജനങ്ങളോട് ഒഴിഞ്ഞു പോകാൻ ആവശ്യപ്പെട്ട ശേഷമാണെന്ന് പറഞ്ഞു. ശരിയാണ്. ഇതിന് ശേഷം ഇപ്പോൾ യമനിൽ നിന്ന് ഹൂത്തികളുടെ ആക്രമണം കടുപ്പിച്ചിരിക്കുകയാണ്. അതായത് ഈ തെക്കൻ ഇസ്രായേലിലെ എലാറ്റിലേക്ക് ഒരു ഡ്രോൺ ആക്രമണം നടത്തി വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കാനായിട്ട് ഈ ഹൂത്തികൾക്ക് സാധിച്ചു. അപ്പോൾ ഹമാസിന് ഹിസ്ബുള്ളയ്ക്ക് ഒന്നും സാധിക്കാതിരുന്ന പല നേട്ടങ്ങളും സാധിക്കാൻ ഹൂത്തികൾക്ക് കഴിയുന്നുണ്ട്. പക്ഷേ ഇതിൻ്റെ പ്രത്യാഘാതം എന്താണെന്ന് വെച്ചാൽ ഇസ്രയേൽ പെട്ടെന്ന് തന്നെ തിരിച്ചടി നൽകി. ഏതാണ്ട് 20 എയർക്രാഫ്റ്റുകളാണ് 2200 കിലോമീറ്റർ ദൂരം സഞ്ചരിച്ച് യമനിലെ തലസ്ഥാനമായ സനയ്ക്ക് നേരെ കടുത്ത ആക്രമണം നടത്തിയത്. ഹൂത്തികളുടെ സൈനിക താവളങ്ങൾ, അവരുടെ ഓഫീസ് സ്ഥിതി ചെയ്യുന്ന കേന്ദ്രങ്ങൾ, പ്രധാനപ്പെട്ട മേഖലകളെല്ലാം തന്നെ ബോംബിട്ട് തകർത്തു എന്ന് പറയാം. ഏതാണ്ട് 7 സ്ഥലങ്ങൾ പ്രധാനമായും ടാർഗറ്റ് ചെയ്തു. 70ഓളം സ്ഥലങ്ങൾക്ക് ആ ആക്രമണത്തിൽ നേരിടേണ്ടി വന്നു. ഏതാണ്ട് 10-16 പേരാണ് ഒറ്റ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടതെന്നും ഏതാണ്ട് 100-ലധികം പേർക്ക് പരിക്കേറ്റു എന്നുള്ള വിവരവും പുറത്തു വരുന്നു. അപ്പോൾ ഹമാസും ഹിസ്ബുള്ളയും ഏതാണ്ട് ഒടുങ്ങിയെന്ന് പറയുമ്പോൾ ഹൂത്തികളെ വെച്ച് വീണ്ടും ഇറാൻ ചില തന്ത്രങ്ങൾ മെനയുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. അതുകൊണ്ടാണ് ഇനി ഹൂത്തികളെ പൂർണ്ണമായിട്ടും ഇല്ലാതാക്കണം, അവർക്ക് തല പൊക്കാൻ ഇടം കൊടുക്കരുത് എന്ന് ഇസ്രയേൽ തീരുമാനിച്ചിട്ടുണ്ട്. അതാണ് ഗസ സിറ്റിയിലെ ആക്രമണം, വ്യോമാക്രമണം എല്ലാം തന്നെ ശക്തമാകുമ്പോൾ ഇസ്രയേലിലെ ചില തന്ത്രപ്രധാനമായ മേഖലയിലേക്ക് ഹൂത്തികൾ ആക്രമണം നടത്തുന്നു. പക്ഷേ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഹമാസിനെ പൂർണ്ണമായിട്ടും പലസ്തീൻ അതോറിറ്റിയും തള്ളിപ്പറഞ്ഞു. പലസ്തീൻ അതോറിറ്റിയുടെ പ്രസിഡന്റായ മഹ്മൂദ് അബ്ബാസ് പറയുന്നത്, ഞങ്ങൾക്ക് വേണ്ടി ഹമാസ് ഇനി ഇവിടെ പോരാട്ടം നടത്തണ്ട, ഞങ്ങൾക്ക് ഭരണം കിട്ടുകയാണെങ്കിൽ ഹമാസിനെ നിരായുധീകരിക്കാൻ സാധിക്കും. ഇപ്പം തന്നെ പറയുന്നത്, ഹമാസെ നിങ്ങൾ ആയുധം വെച്ച് കീഴടങ്ങിയിട്ട് രാജ്യത്തിന് പുറത്തേക്ക് പോകുന്ന ഹമാസ് ഈ നിർദ്ദേശത്തെ പൂർണ്ണമായിട്ടും തള്ളിക്കളഞ്ഞു. എന്നിട്ട് പറഞ്ഞു, ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ദേശീയവും ധാർമ്മികവുമാണ് ഇവിടെ നടക്കുന്ന ഏറ്റുമുട്ടൽ, അല്ലെങ്കിൽ ഇതിൻ്റെ ഉത്തരവാദിത്വം എന്ന് പറയുന്നു. അതുകൊണ്ട് ഞങ്ങൾ ഇതിൽ നിന്ന് പിന്മാറില്ല. എന്തായാലും പലസ്തീൻ അതോറിറ്റിക്ക് അറബ് രാജ്യങ്ങളുടെയൊക്കെ പിന്തുണ ലഭിച്ചു വരുന്നുണ്ട്. സൗദി അറേബ്യ $90 മില്യൺ സാമ്പത്തിക സഹായം നൽകാമെന്ന് പറയുന്നുണ്ട്. ഇതിനിടയിൽ 6 ലക്ഷത്തോളം ആളുകൾ ഗസ സിറ്റിയിൽ നിന്ന് പലായനം ചെയ്തു എന്ന് വാർത്തകൾ പുറത്തു വരുന്നു. ഇനിയും ഏതാണ്ട് 5 ലക്ഷത്തോളം ആളുകൾ ആ മേഖലയിലുണ്ട്. അതിൽ തന്നെ 1 ലക്ഷത്തോളം ആളുകൾ ഹമാസിനെ ഭാഗികമായെങ്കിലും പിന്തുണയ്ക്കുന്ന ആൾക്കാരാണ്. ഇവിടെയാണ് നെതന്യാഹു UNൽ നടത്തിയ പ്രസംഗത്തിൻ്റെ കൃത്യമായ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റുന്നത്. അതായത് നെതന്യാഹു പറയുന്നു, ഹമാസിനെ പിന്തുണയ്ക്കുന്ന മുഴുവൻ പേരെയും എന്ന് പറഞ്ഞാൽ അവിടെയുള്ള 10,000-ഓളം വരുന്ന ഹമാസിൻ്റെ തീവ്രവാദികൾ മാത്രമല്ല,
ഇപ്പോൾ അവശേഷിക്കുന്ന 2000-3000 പേരേ ഉള്ളൂ. പക്ഷേ അവരെ മനസ്സുകൊണ്ട് പിന്തുണയ്ക്കുന്ന നിരവധി ആളുകളുണ്ട്. അവരെ കൂടി അവിടുന്ന് മാറ്റണം. അങ്ങനെയാണെങ്കിൽ ഈ UN വെച്ച് ചില ചർച്ചകൾ നടത്താം. നമുക്കറിയാം, ഇപ്പോൾ കാനഡ, ബ്രിട്ടൻ, ഫ്രാൻസ്, ഓസ്ട്രേലിയ തുടങ്ങിയ രാജ്യങ്ങൾ പലസ്തീൻ എന്ന് പറയുന്ന രാജ്യത്തെ അംഗീകരിച്ചുകൊണ്ട് ചില നിലപാടുകൾ പുറത്തുവിടുന്നു. ഇത് തന്നെയാണ് വർഷങ്ങൾക്ക് മുമ്പ് ഇസ്രായേലും പറഞ്ഞിരുന്നത്. പക്ഷേ അന്ന് ആരും കേട്ടിരുന്നില്ല. ഇപ്പം ഈ പറയുന്നതിനെ ഞങ്ങൾ അംഗീകരിക്കുന്നില്ല. ഒരു പക്ഷേ അമേരിക്ക ഇടപെട്ട് UN ഇടപെട്ട് ഒരു ഒത്തുതീർപ്പ് ഫോർമുല ഉണ്ടാക്കാം. കാരണം ഈ ഗസ സിറ്റി എന്ന് പറയുന്നത് വിട്ടുകൊടുക്കില്ല എന്ന ന്യായത്തിൽ ഉറച്ചു നിൽക്കുന്നു ബെഞ്ചമിൻ നെതന്യാഹു അല്ലെങ്കിൽ ഇസ്രായേൽ സൈന്യം. കാരണം ഇത് മെഡിറ്ററേനിയൻ കടലിൻ്റെ സമീപത്തുള്ള ഒരു തീരദേശ മേഖലയാണ്. ഈ ഗസയ്ക്ക് വേണ്ട, അല്ലെ ഗസയിലെ ഭീകരവാദികൾക്ക് വേണ്ട ആയുധങ്ങൾ, പണവ്, ബാക്കി എല്ലാ സാധനങ്ങളെല്ലാം ഈ കടൽ മാർഗം എത്തിച്ചു കൊടുക്കാൻ ഇറാന് സാധിച്ചിരുന്നു. എന്തിന്? ഇപ്പം തുർക്കി സഹായം നൽകുന്നതും ഈ കടൽ മാർഗമാണ്. ഹൂത്തികളുടെ സഹായവും അതുവഴി വരാം. അങ്ങനെ കടൽ മാർഗം അവർക്ക് ലഭിക്കുന്ന സഹായം എന്നേക്കുമായി അവസാനിപ്പിക്കണം. ഇന്നല്ലെങ്കിൽ നാളെ വീണ്ടും അവർ തലപൊക്കും. ഇസ്രായേൽ കൃത്യമായിട്ട് മനസ്സിലാക്കുന്നു. അപ്പോൾ നമ്മൾ കുറച്ച് ചരിത്രത്തിലേക്ക് പിന്നോട്ട് വരണം. 1970കളിൽ പാകിസ്ഥാനിൽ വലിയ പ്രക്ഷോഭം ഉണ്ടായി. അതായത് കിഴക്കൻ പാകിസ്ഥാൻ, പടിഞ്ഞാറൻ പാകിസ്ഥാൻ. അന്ന് കിഴക്കൻ പാകിസ്ഥാൻ എന്നറിയപ്പെടുന്ന മേഖല ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വലിയ തലവേദനയായിരുന്നു. അങ്ങനെയാണ് 1971 യുദ്ധമുണ്ടാകുന്നത്. ഇന്ത്യ കിഴക്കൻ പാകിസ്ഥാനിൽ പോരാടിയവർക്കൊപ്പം നിന്നു. അങ്ങനെ ബംഗ്ലാദേശ് എന്ന് പറയുന്ന രാജ്യം രൂപം കൊണ്ടു. ഇന്നും ഈ ബംഗ്ലാദേശ് ഇന്ത്യക്ക് തലവേദനയാണ്. അതാണ് ഇസ്രായേൽ പറയുന്നത്. അതായത് ഗസ സിറ്റി ഇപ്പോൾ ഞങ്ങൾ പിടിച്ചെടുത്ത് അവിടുത്തെ ഭീകരവാദികളെ, ഹമാസിനെ പിന്തുണയ്ക്കുന്നവരെ മുഴുവൻ അവിടുന്ന് ഓടിച്ചില്ലെങ്കിൽ നാളെ ഞങ്ങൾക്ക് തന്നെ തലവേദനയാണ്. അങ്ങനെയാണെങ്കിൽ ഒരുപക്ഷെ ഉണ്ടാകാവുന്ന ഒരു ഫോർമുല വെസ്റ്റ് ബാങ്ക് ഉൾപ്പെടെയുള്ള ചില പ്രദേശങ്ങൾ ഉൾപ്പെടുത്തി ഒരു പാലസ്തീൻ രാജ്യം രൂപീകരിക്കാം. അപ്പം വേണമെങ്കിൽ ഈ സിറിയയിലെ കുറച്ച് ഭാഗങ്ങളിലൂടെ ഇവർക്ക് കൊടുക്കാം, അല്ലെങ്കിൽ മറ്റ് ചില രാജ്യങ്ങളുടെ ഏതെങ്കിലും ഭാഗങ്ങളോട് ചേർത്തിട്ട് ഒരു പലസ്തീൻ ഉണ്ടാക്കാം. പക്ഷേ അതിനകത്ത് ഗസ സിറ്റി ഉണ്ടാവില്ല, ഗാസ ഉണ്ടാവില്ല. അപ്പോൾ ഗാസ എന്ന് പറയുന്ന മേഖല പൂർണ്ണമായിട്ടും ഞങ്ങളുടെ നിയന്ത്രണത്തിൽ വേണമെന്ന കാര്യത്തിൽ ഇസ്രായേലിന് യാതൊരു സംശയവുമില്ല. ആ മേഖലയുടെ ഭരണം അറബ് രാജ്യങ്ങൾ നിയന്ത്രിക്കുന്ന ഒരു സംഘടനയ്ക്ക് നൽകാം, അല്ലെങ്കിൽ ഒരു വിഭാഗത്തിന് നൽകാമെന്ന് നേരത്തെ പദ്ധതി ഉണ്ടായിരുന്നു. പക്ഷേ ഇസ്രായേൽ അത് തള്ളിക്കളഞ്ഞു. ഒരു കാരണവശാലും ഞങ്ങൾ അത് അനുവദിക്കില്ല. അങ്ങനെയുണ്ടെങ്കിൽ വീണ്ടും ഹമാസിനെ പിന്തുണയ്ക്കുന്നത് പോലെയുള്ള ഭീകര സംഘടന അവിടെ നിന്ന് ഉയർന്നു വരാം. അപ്പോൾ പലസ്തീൻ്റെ സംരക്ഷണമാണ് പ്രധാനമെന്ന് പറഞ്ഞ് അറബ് രാജ്യങ്ങളൊക്കെ വരുന്നുണ്ടെങ്കിലും അവർ ഇസ്രായേലിനോട് നേരിട്ട് ഏറ്റുമുട്ടാൻ തയ്യാറല്ല. എർദോഗൻ്റെ തുർക്കി പോലും ട്രംപിനോടാണ് പറയുന്നത് എങ്ങനെയെങ്കിലും ഈ പ്രശ്നം ഒന്ന് അവസാനിപ്പിക്കണമെന്ന്. ഇപ്പം ഫ്രഞ്ച് പ്രസിഡന്റായ ഇമ്മാനുവൽ മാക്രോൺ കളിയാക്കിക്കൊണ്ട് പറയുന്നു, ഈ യുദ്ധം എത്രയും പെട്ടെന്ന് അവസാനിപ്പിക്കാതെ ഡൊണാൾഡ് ട്രംപിന് സമാധാനത്തിനുള്ള നോബൽ പ്രൈസ് കിട്ടുമെന്ന് പ്രതീക്ഷിക്കേണ്ട. അപ്പോൾ ഒരു കുത്തു കൊടുക്കുകയാണ് ഇതിൻ്റെ ഇടയ്ക്കൂടെ. എന്തായാലും തൈവാൻ എങ്ങനെയാണോ ചൈനയ്ക്ക് ഭീഷണിയായത്, ബംഗ്ലാദേശ് എങ്ങനെയാണോ ഇന്നും ഇന്ത്യക്ക് ഭീഷണിയായത്, അതുപോലെ തന്നെ ഗസ എന്നും ഇസ്രായേലിന് ഭീഷണിയായിരിക്കുമെന്ന കാര്യത്തിൽ സംശയം വേണ്ട. അത് മാറാതെ ഞങ്ങൾ ഈ കരയാക്രമണത്തിൽ നിന്ന് പിന്മാറില്ല. അപ്പോൾ UN ഇത്രയും കൃത്യമായിട്ട് കാര്യങ്ങളൊക്കെ തന്നെ ബെഞ്ചമിൻ നെതന്യാഹു പറയുന്നു. ഈ പറയുന്ന കാര്യങ്ങൾ ഇസ്രായേൽ സേന അവിടെ ഈ പ്രസംഗം തത്സമയം ഗസ നിവാസികളെ കേൾപ്പിക്കുകയും ചെയ്തു. ഇവർ പറയുന്ന ഇത്രയേ ഉള്ളൂ, ഞങ്ങൾ ആക്രമണം നടത്തുന്നതിന് മുമ്പായിട്ട് അവിടെ ലഘുലേഖകൾ വിതരണം ചെയ്യും, മൈക്രോഫോണിലൂടെ മുന്നറിയിപ്പ് നൽകും, ഞങ്ങൾ ഇന്ന മേഖലയിലേക്ക് ആക്രമണം നടത്താൻ പോകുന്നു, ഇവിടെയുള്ളവർ ഒഴിഞ്ഞു പോകണം. അങ്ങനെയാണ് ബഹുനില കെട്ടിടങ്ങളടക്കം ഞങ്ങൾ തകർത്തത്. കാരണം ഏതാണ്ട് 20ഓളം ബന്ദികൾ അവിടെ ഇപ്പോഴും ഹമാസിൻ്റെ കയ്യിലുണ്ടെന്ന് പറയപ്പെടുന്നു. ഇവർ ജീവനോടെ ഉണ്ടോ ഇല്ലയോ എന്ന കാര്യത്തിൽ ഇപ്പോഴും IDFന് ഉറപ്പില്ല. അതുകൊണ്ട് ഗസ സിറ്റി ക്ലീൻ ചെയ്യുക, ഗസയുടെ നിയന്ത്രണം ഞങ്ങളുടെ കയ്യിലേക്ക് എത്തുക, ഇതിൽ നിന്ന് 1 ഇഞ്ച് പോലും പിന്നോട്ട് മാറില്ല. അതുകൊണ്ട് ഈ ഹൂത്തികളെ ഉപയോഗിച്ചുള്ള ഇറാൻ ആക്രമണം ഇനിയും ആവർത്തിച്ചാൽ അവർക്ക് നേരെ കടുത്ത ആക്രമണം നടത്താൻ ഇസ്രായേലും തീരുമാനിച്ചു. 20 യുദ്ധവിമാനങ്ങൾ 2200 കിലോമീറ്ററോളം സഞ്ചരിച്ച് അവിടെ പോയി ആക്രമണം നടത്തണമെങ്കിൽ ഇസ്രായേൽ രണ്ടും കൽപ്പിച്ചിറങ്ങി നിൽക്കുകയാണെന്നുള്ളത് വ്യക്തമായിരിക്കുകയാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.